ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന നേരത്ത് അശ്വൻ ചിരിക്കാതെ ആയിരിക്കും കേട്ടോ നിൽക്കുക. ആ സമയത്ത് അഞ്ജലി അത് ശ്രദ്ധിച്ച് പറയുന്നുണ്ട്, എൻ്റെ മോനെ നല്ലൊരു ദിവസമായിട്ട് നീ ഒന്ന് ചിരിക്കു കുഞ്ഞാ എന്ന് പറഞ്ഞ് രാമേട്ടനോട് വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറയണേ. അപ്പോൾ ശ്യാമുണ്ടല്ലോ അടുക്കളയിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോയിൽ ശ്യാം ബാക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് നല്ല ഫോട്ടോ ആണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിൻ, NK ബ്രോ നീ നിന്റെ ഫുൾ കഴിവ് പുറത്തെടുക്കണം, വൈ നോട്ട്, ഞാൻ ഇന്ന് ഫുൾ ചാർജിലാണ്, വി ഹാവ് ടു വിൻ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി ചോദിക്കുകയാണ്, അല്ല കുഞ്ഞാ നീ ആയിരുന്നല്ലോ സംഗീത് വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നത്, എന്നിട്ടിപ്പോൾ ആവേശം മുഴുവൻ നിനക്കായോ? ശ്രുതി പറഞ്ഞതുകൊണ്ട് മാത്രമല്ലേ നീ സമ്മതിച്ചത്? ചുരുക്കി പറഞ്ഞാൽ ശ്രുതിയെ നിനക്ക് പേടിയാണല്ലേ എന്ന് ചോദിക്കണേ. ഇതേ ചേച്ചി വെറുതെ ഓരോന്നും പറയരുത് കേട്ടോ എന്ന് പറയണേ. അതിനുശേഷം ശ്യാമാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ആ പെട്ടികൾ നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല കേട്ടോ. എന്നിട്ട് രാമേട്ടനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, രാമേട്ട ഇവിടെ വെച്ചിരുന്ന സ്വീറ്റ്സിൻ്റെ പെട്ടി കണ്ടിരുന്നോ? ഇല്ലല്ലോ മോനെ, സാർ അത് ഇവിടെ വെച്ചിരുന്നത്. അതെ രാമേട്ട, ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിരുന്നത്, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതായിട്ട് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വേണമെങ്കിൽ അഞ്ജലി മേഡത്തോട് ചോദിക്കുക എന്ന് പറയണേ. അല്ല വേണ്ട, കുഴപ്പമില്ല, ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ പോവാണേ. അതിനുശേഷം ശ്യാം ഇങ്ങനെ പെട്ടി തിരിഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അഞ്ജലി വന്ന് ചോദിക്കുന്നുണ്ട്, ശ്യാമേട്ടാ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, എന്താ ഒരു ടെൻഷൻ പോലെ? ആർക്കോ എനിക്കോ? അത് നിനക്ക് വെറുതെ തോന്നുന്നതാ? പിന്നെ എന്തിനാ ഇവിടെ അടുക്കളയിൽ നിൽക്കുന്നത്? ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, വാ ശ്യാമേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാണേ. അപ്പോൾ അങ്ങോട്ടേക്ക് പ്രമീളയും പ്രീതിയൊക്കെ എത്താണ് കേട്ടോ. അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നത് അഞ്ജലിയാണ്. അല്ല അമ്മായിയും ശ്രുതിയും എവിടെ? അവർ പിന്നാലെ വരുന്നുണ്ട്, ഞങ്ങൾ രാഹുലത്തിൻ്റെ മുൻപേ ഇങ്ങോട്ട് തിരിച്ചതാ എന്നൊക്കെ പറയണേ. അതിനുശേഷം നമ്മുടെ അശ്വിൻ ഗസ്റ്റുകളെ സ്വീകരിക്കുമ്പോൾ NK ബ്രോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അശ്വിൻ ബ്രോ ആരെയെങ്കിലും വെയിറ്റ് ചെയ്യാണോ? നോ നോ, ഞാൻ ഗസ്റ്റുകളെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. NK ബ്രോ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? യെസ് ഓഫ് കോഴ്സ്, ഞാൻ കുമാരി ശ്രുതിയെ എന്ന് പറയണേ. അശ്വിൻ ബ്രോ കണ്ടോ കുമാരി ശ്രുതിയെ? ഞാൻ എന്തിനാ അവളെ തെറിക്കണം, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറയട്ടോ അശ്വിൻ. എന്താണ് ബ്രോ, ഒരു നല്ല ദിവസമായിട്ട് ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാവോ? എങ്കിലും വാട്ട് ഹാപ്പൻ ഹെർ? ഇനി ഇവിടെ വന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി റിഹേഴ്സൽ ചെയ്യുന്നുണ്ടോ ആവോ? ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങ് പോവാട്ടോ. തുടർന്ന് നമ്മുടെ ആകാശ് മനോരമയോട് ചെന്ന് പറയുന്നുണ്ട്, അമ്മ പ്രീതിയോടും അവരുടെ വീട്ടുകാരോടും ചീപ്പായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തുടക്കത്തിലേ നിർത്തണം എന്ന് പറയുമ്പോൾ മോൻ എന്താ പറഞ്ഞത്? അമ്മയുടെ സംസാരം ചീപ്പാണെന്നോ? ബേക്കറിക്കാരി മുറ്റത്ത് കാലെടുത്ത് വെച്ചില്ലല്ലോ, അപ്പോഴേക്കും അമ്മയെ വാൺ ചെയ്യാൻ തുടങ്ങിയോ നീ? അല്ലെങ്കിൽ ഈ കല്യാണം എനിക്ക് ഇഷ്ടമായിട്ടില്ല, എൻ്റെ ദേഷ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നെ തീർക്കും, നിനക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് ആൻറ്റിന്ന് വിളിച്ചു വരികയാണേ. ആൻറ്റിയോ, നീ എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട എന്ന് പറയണേ. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, അയ്യോ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തമാശ പറഞ്ഞുകൊണ്ടിരിക്കും, പ്രീതി ആൻറ്റിന്ന് തന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറയുമ്പോൾ എന്നെ ആൻറ്റിന്ന് വിളിക്കണ്ട എന്നല്ലേ പറഞ്ഞത്, അങ്ങനെ വിളിക്കാനാവുമ്പോൾ ഞാൻ പറയാം, അതുവരെ നീ എന്നെ മാഡം എന്ന് വിളിച്ചാൽ മതിയേ എന്ന് പറയാട്ടോ. അപ്പോൾ പ്രീതിക്ക് വല്ലാതെ സങ്കടമാവണേ. പിന്നെയും എനിക്ക് വന്നിട്ട് അശ്വിൻ്റെ അടുത്ത് തന്നെ നിന്ന് ശ്രുതിയെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അശ്വിനോടൊന്നും ചോദിക്കാനും പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മായും ശ്രുതിയും കൂടി ഒരു പെട്ടിയൊക്കെ താങ്ങി പിടിച്ചാണ് വരുന്നത്. ഇത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് ഇങ്ങോട്ട് എത്തിച്ചാൽ മതിയെന്ന്. അപ്പോൾ നീ പറഞ്ഞത് കേട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇത്രയും എത്തിച്ചില്ല അമ്മായി, ഇതിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് അറിയാലോ അമ്മായിക്ക്, ഒന്ന് പിടിച്ചേ എന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ NK കാണുകയും ഷീ കം കുമാരി ശ്രുതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടുകയാണേ. ശ്രുതി എന്ന് കേട്ടത് നമ്മുടെ അശ്വിൻ. അപ്പോൾ അശ്വിൻ നോക്കുമ്പോൾ അമ്മായിയാണ് കേട്ടോ കാണുന്നത്. നീ എന്താ NK ബ്രോ ഇല്ലാത്ത ആളുകളെ കുറിച്ച് സംസാരിക്കുന്നത്? അയ്യോ ഞാൻ കുമാരി ശ്രുതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബ്രോ. പിന്നെയും അശ്വിൻ നോക്കുമ്പോൾ അമ്മായിയെ തന്നെയാണ് കേട്ടോ കാണുന്നത്. അത് ശ്രുതിയല്ല ബ്രോ, ശ്രുതിയുടെ ആൻറ്റിയാണ്. ബ്രോ കാണുന്നില്ലേ, ശ്രുതിയല്ലേ അവിടെ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ വീണ്ടും നോക്കുമ്പോൾ വീണ്ടും അമ്മായിയെ തന്നെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അവൾ ഇന്ന് വരാനൊന്നും സാധ്യതയില്ല, മത്സരത്തിൽ തോൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് അവൾ ഇന്ന് വരില്ല എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ശ്രുതി കേൾക്കുകയാണേ. പെട്ടി താഴെ വെച്ച് അങ്ങനെ പേടിച്ച് പിന്മാറുന്നവളല്ല ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞ് എണീക്കുമ്പോഴാണ് നമ്മൾ അശ്വിൻ കാണുന്നത്. അപ്പം അതാണ് അശ്വിൻ സാറിൻ്റെ മനസ്സിലിരിപ്പ്. ഒരു വാക്ക് പറഞ്ഞാലേ പാലിക്കാത്തവളല്ല ഈ ശ്രുതികുമാരി എന്ന് പറയാൻ കേട്ടോ. ഈസ് ബ്രേവ് ഗേൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലണേ. ഇതെന്താ ശ്രുതി പെട്ടിയിൽ? അത് ഞങ്ങളുടെ കോസ്റ്റ്യൂമും മറ്റ് സാധനങ്ങളുമാണ്. അശ്വിൻ വന്ന് പറയുന്നുണ്ട്, ഈ പെട്ടി ഇവിടെ വെച്ചേക്ക്, എവിടെയാന്ന് വെച്ചാൽ ഞാൻ എത്തിക്കേണ്ടോട്ട് എത്തിച്ചോളാം എന്ന് പറയണേ. ഞങ്ങൾക്ക് എതിർ ടീമിന്റെ സഹായമൊന്നും ആവശ്യമില്ല, അത് ഞാൻ തന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം എന്ന് പറയട്ടോ ശ്രുതി.
ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. മുത്തശ്ശിയുടെ കയ്യിലുള്ള നടരാജ വിഗ്രഹം വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, ചിലർക്കങ്ങനെ പാലിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വാക്കു കൊടുക്കേണ്ടി വരും എന്ന് പറയട്ടോ. അത് ചിലർക്ക്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഞാൻ പാലിക്കുന്ന വാക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ സർ എന്ന് പറയട്ടോ. അപ്പം അമ്മായി, ശ്രുതി നീ പെട്ടി പിടിക്ക്, സ്റ്റേജിൻ്റെ അവിടെ കൊണ്ടു ചെന്ന് വെക്കാം, എങ്കിൽ എടുക്കാൻ സുഖമാണല്ലോ എന്ന് പറയുമ്പോൾ അമ്മായി പൊക്കോ, ഞാൻ തന്നെ എങ്ങനെയെങ്കിൽ എത്തിച്ചോളാം എന്ന് പറയാം. നീ ഒറ്റയ്ക്കോ? അതൊക്കെ ഞാൻ എത്തിച്ചോളാന്നേ, അമ്മായി പൊക്കോ എന്ന് പറയണേ. അപ്പം നീ രണ്ടും കൽപ്പിച്ചാണല്ലേ? അതെ, രണ്ടും കൽപ്പിച്ച് തന്നെ. മത്സരത്തിൽ നമ്മൾ തമ്മിലുള്ള ചലഞ്ച് ഓർമ്മയുണ്ടല്ലോ അശ്വിൻ സാറിന്? ഒക്കെ ഓർമ്മയുണ്ട്. പക്ഷെ നീ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആവല്ലോ എന്ന് ആലോചിച്ച എൻ്റെ വിഷമം എന്ന് പറയണേ. അങ്ങനെ ഇപ്പോൾ സാറ് വല്ലാണ്ട് അങ്ങ് വിഷമിക്കണ്ട, യുദ്ധം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ മുൻപേ വിജയം ഉറപ്പിച്ച എങ്ങനെയാന്ന് ചോദിക്കട്ടോ. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രുതിയെ. അങ്ങനെ ശ്രുതി ആ പെട്ടി വെറുതെ പൊക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് ചോദിക്കുന്നുണ്ട്, ശ്രുതി മേ ഐ ഹെൽപ്പ് യു? അയ്യോ, അത് ബുദ്ധിമുട്ടാവില്ലേ നന്ദു ചേട്ടാ എന്ന് കേട്ടത് നമ്മുടെ അശ്വിൻ ദേഷ്യം പിടിച്ച് നിൽക്കാട്ടോ. അയ്യോ, എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ശ്രുതിയെ സഹായിക്കുന്ന ഒരു കാര്യത്തിലും മിസ് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പിടിക്കും നന്ദു ചേട്ടാ എന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ പല്ല് ഇറുക്കാണ് കേട്ടോ നമ്മുടെ അശ്വിൻ. എന്നിട്ട് എനിക്ക് പിടിച്ചു കൊടുക്കുകയാണേ. ഇതെന്താ ശ്രുതി, എന്തൊരു വെയിറ്റാ ഇതിന് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അശ്വിൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. എന്നിട്ട് അതൊരു ഹാളിൽ കൊണ്ടുവയ്ക്കുകയാണേ. അതെ, ഞാനേ അമ്മായി മാറ്റിയോന്ന് പോയി നോക്കട്ടെ, ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാട്ടോ. ഇതിന് ശേഷം എനിക്ക് ഒറ്റയ്ക്ക് പൊന്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ആ പെട്ടി. അപ്പോൾ പൊന്തിക്കാൻ കഴിയായിട്ട് ഒരാളോട് ഹെൽപ്പ് ചോദിക്കുകയാണേ. അപ്പോൾ അയാൾക്കും പൊന്തിക്കാൻ കഴിയായിട്ട് ഞാനേ ഇവിടെ ഡെക്കറേഷന് വന്നതാ, രാമേട്ടനെ ഇങ്ങ് വിടാന്ന് പറഞ്ഞിട്ട് പോവാട്ടോ അയാളും. തുടർന്ന് നമ്മുടെ മനോരമ ഇറങ്ങി വരികയാണേ. അപ്പം അമ്മായിയെ കാണുമ്പോൾ അമ്മായി കെട്ടി ഒരുങ്ങി വന്നിട്ടുണ്ടല്ലോ. അപ്പം ടീം ലീഡറും വന്നിട്ട് കാണും. ഹലോ, ഇതെന്താ ലേറ്റ് ആയത്? അത് എനിക്കും ശ്രുതിക്കും 1-2 ഇടത്ത് കയറാനുണ്ടായിരുന്നു. അല്ല, അമ്മായിയും മരുമോളും വെറും ഹാൻഡോടെ അങ്ങോട്ട് പോരേ? അതെന്താ മനോരമ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇന്ന് കോമ്പറ്റീഷൻ ഡേ അല്ലേ, അതിനുള്ള ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതിനുള്ള ഒരുക്കങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ കണ്ടാൽ പോരെ മനോരമയ്ക്ക് എന്ന് ചോദിക്കട്ടോ അമ്മായി. നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിട്ടെന്താ, ചെറുക്കൻ വീട്ടുകാർ കൊണ്ടുപോവല്ലോ വിജയം എന്നൊക്കെ പറയുമ്പോൾ മത്സരം തുടങ്ങിയില്ലല്ലോ മനോരമേ, അതിനു മുൻപേ ഇങ്ങനെ പറയാൻ നിന്നാൽ എങ്ങനാ എന്ന് ചോദിക്കട്ടോ. അങ്ങനെ ഇപ്പോൾ നടരാജ വിഗ്രഹം എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് ആരും വ്യാമോഹിക്കണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ ഇവർ കൊണ്ടുവന്ന് വെച്ച പെട്ടിയിൽ തട്ടി മനോരമ വീഴാൻ പോവാണേ. അപ്പം അമ്മായി പിടിച്ച് മനോരമയെ വിളിച്ചിട്ട് എണീപ്പിക്കുകയാണേ. അയ്യോ, എൻ്റെ കാല്, ഇതിവിടെ ആരാ ഈ കൊണ്ടുവച്ചത്? ഈ പെട്ടി ആരാ ഇവിടെ കൊണ്ടുവച്ചതെന്ന്? ഇതിവിടുന്ന് എടുത്തു മാറ്റാൻ ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ മനോരമേ, ഞങ്ങൾ കൊണ്ടുവന്ന പെട്ടിയാ അത്. ഈ പെട്ടീൻ്റെ ഉള്ളിൽ എന്താ എന്ന് ചോദിക്കട്ടോ. അത് പിന്നെ മത്സരത്തിൽ ജയിക്കാനുള്ള ബ്രഹ്മാസ്ത്രോ? അതെ, മത്സരം തുടങ്ങുമ്പോൾ അറിയാലോ എന്തൊക്കെ ബ്രഹ്മാസ്ത്രം ഞങ്ങൾ പ്രയോഗിക്കുമെന്ന് എന്ന് പറയുമ്പോൾ ഈ ലേഡിക്ക് ഇത്ര കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നല്ലോ, എന്തൊരു കോൺഫിഡൻറ്റാ വന്നത് എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കട്ടോ. അപ്പോൾ അമ്മായി, ഞാൻ ഒന്ന് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാട്ടോ. അപ്പോൾ മനോരമയ്ക്ക് ഈ പെട്ടിയിൽ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മെല്ലെ പോയിട്ട് അത് തുറക്കണ സമയത്ത് നമ്മുടെ അമ്മായി വന്നിട്ട് ആ പെട്ടീൻ്റെ മുകളിൽ കാല് വെക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്യണേ.